അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സീരീസ് തുടരുകയാണ്. ഇപ്പൊ നമ്മളുള്ളത് ആഗ്രയിലാണ്. ഇവിടെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ കാണുന്നതാണ് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലായിട്ട് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് കാണാം. 150 രൂപയാണ് ഇവിടുന്ന് ഓട്ടോ ചാർജ് ഇവർ പറയുന്നത്. ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് റേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞത് ബോർഡൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും റോഡിലിറങ്ങി ഒന്നും കൂടി അന്വേഷിക്കാന്ന് വിചാരിച്ചു. മുന്നേ 150 പറഞ്ഞത് പിന്നെ 100 ഇപ്പൊ 50 രൂപയ്ക്ക് വരാന്ന് ഇയാള് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പോണ വഴിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ മുന്നിൽ നിർത്തി തരാം വിത്തൗട്ട് വെയിറ്റിംഗ് ചാർജ് എന്നാണ് ആള് പറഞ്ഞത്. അതൊരു നല്ലൊരു ഡീലായിട്ട് തന്നെ നമുക്ക് തോന്നി. ഇവിടെ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക, മാക്സിമം ബാർഗെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ചാർജ് കുറഞ്ഞു കിട്ടും. താജ്മഹലിന്റെ മെയിൻ എൻട്രൻസിലേക്ക് ഇതുപോലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ മാത്രമാണ് അലൗഡ് ഉള്ളൂ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റിന് ചാർജ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിലും ടിക്കറ്റ് എടുക്കാം. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ആണ് എടുത്തത്. അങ്ങനെ എടുക്കുമ്പോൾ 35 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ASIയുടെ അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒപ്പം ഏതെങ്കിലും ഒരു ID കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. താജ്മഹലിലേക്ക് കയറാൻ ആകെ 3 എൻട്രൻസുകളാണുള്ളത്. ഇപ്പൊ നമ്മൾ കയറുന്നത് വെസ്റ്റ് ഗേറ്റ് വഴിയാണ്. ഇത് കൂടാതെ ഇനി അപ്പുറത്ത് വേറെയും 2 എൻട്രൻസുകളുണ്ട്. ഇതെല്ലാം ഇന്തോ ഇസ്ലാമിക് ടൈപ്പ് കെട്ടിടങ്ങളാണ്. ഇത് മുഗൾ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് കെട്ടിടങ്ങളാണ്. റെഡ് സാൻഡ് സ്റ്റോണുകൾ കൊണ്ടാണ് ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ കുത്തബ് മിനാർ, അതേപോലെ ഇവിടുത്തെ ആഗ്ര ഫോർട്ട്, പിന്നെ നമ്മുടെ റെഡ് ഫോർട്ട്, ഇതെല്ലാം ഈ ഒരു റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലത്തെ പലതും ഓരോ ആളുകളുടെ ഖബറിടങ്ങൾ കൂടിയാണ്. ഇവിടെ നമുക്കൊരു ഗേറ്റ് കൂടി കാണാം. ഇതാണ് താജിന്റെ ഒരു മെയിൻ ഗേറ്റ്. വേണമെങ്കിൽ ഒരു പടിപ്പുര പോലെ എന്നൊക്കെ പറയാം. ഇതിനുള്ളിൽ കൂടി കയറിയിട്ട് വേണം താജ്മഹലിലേക്ക് കയറാൻ. ഇവിടെ ഒരുപാട് ഗൈഡുകളും ഫോട്ടോഗ്രാഫർമാരും ഒക്കെ ഉണ്ട്. റെഡ് സാൻഡ് സ്റ്റോണും ഒപ്പം വൈറ്റ് മാർബിളും കൂടിയിട്ടാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചകളിൽ താജ്മഹൽ വിസിറ്റേഴ്സിന് ഓപ്പൺ അല്ല എന്നുകൂടി ഓർമ്മിക്കുക. ഇതിൽ പലയിടത്തും ഖുറാനിലെ സൂക്തങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. നല്ല വെയിലുള്ള സമയത്ത് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മളിങ്ങനെ നടക്കും തോറും താജ്മഹൽ മെല്ലെ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇത് ഇവിടുത്തെ ഒരു അത്ഭുത കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ലോകപ്രശസ്തമായ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ താജ്മഹൽ. ഇതിന്റെ ചുറ്റിലുമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗാർഡനും കൂടി ഉണ്ട്. ഈ ഒരു പുൽത്തകിടിയുടെ പച്ചപ്പും താജ്മഹലിന്റെ ആ ഒരു വെണ്മയും ആകാശത്തിന്റെ നീലിമയും കൂടി ആവുമ്പോൾ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. താജ്മഹലിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും. ഇവിടുത്തെ ഈ ഒരു ഗാർഡൻ സെറ്റപ്പ് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന്റെ നടുവിലായിട്ട് ഒരു പൂളും കൂടിയുണ്ട്. 5ാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തന്റെ ഭാര്യയായിരുന്ന മുംതാസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു കെട്ടിടം പണിതത്. ഷാജഹാന്റെ ഭാര്യമാരിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മുംതാസിനോടായിരുന്നെന്നും അതുകൊണ്ടാണ് അവരുടെ ഓർമ്മയ്ക്കായി ഈ ഒരു കെട്ടിടം പണിതത് എന്നും പറയപ്പെടുന്നു. രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വൈറ്റ് മാർബിൾ ഉപയോഗിച്ചിട്ടാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് യമുന നദി. യമുനയുടെ കരയിലായിട്ടാണ് ഈ ഒരു താജ്മഹൽ പണി തീർത്തിട്ടുള്ളത്. മാർബിളില് കൊത്തുപണികളും പിന്നെ ഖുറാൻ വചനങ്ങളും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് താജ്മഹലിന്റെ നിർമ്മാണ സമയത്ത് ഇതിനാവശ്യമായ വെള്ളമൊക്കെ എടുത്തിരുന്നത് ഈ ഒരു യമുന നദിയിൽ നിന്നായിരുന്നു. ഷാജഹാന്റെ മരണശേഷം മുംതാസിന്റെ കബറിടത്തിനരികിലായി ഷാജഹാന്റെ മൃതദേഹവും സംസ്കരിച്ചു. അങ്ങനെ മുംതാസിന്റെയും ഒപ്പം ഷാജഹാന്റെയും കബറിടം ഇതിനുള്ളിൽ തന്നെയാണുള്ളത്. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മഹാനിർമ്മിതി തന്നെയാണ് ഈ ഒരു താജ്മഹൽ എന്നതിൽ സംശയമില്ല. അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.